VH വിരാവ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട അശോകൻ, വേദിയിലും സദസ്സിലും ഉള്ള പ്രിയ സുഹൃത്തുക്കളെ, മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച അടുത്ത ഒരു സംസാരത്തിന് സ്കോപ്പില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ മതേതര ജീവിതം നേരിട്ട സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് വിചാരിക്കണം. 1993 മെയ് മാസത്തിലാണ് എൻ്റെ വിവാഹം നടന്നത്. ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എൻ്റെ പങ്കാളി ഹിന്ദുവാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ കാലദോഷമുള്ള ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ തിക്തതകളാണ് അന്ന് അനുഭവിക്കേണ്ടി വന്നത്. നമുക്കറിയാം, 1992 ഡിസംബർ 6 എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു കറുത്ത ദിനമാണ്. അതിൻ്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയും അതിനെ പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ച് ഹിന്ദുത്വ വർഗീയതയെ പ്രതിരോധിക്കാൻ വേണ്ടി ന്യൂനപക്ഷ സമൂഹത്തിനകത്ത് നടന്ന ഒരു വലിയ രാസപ്രവർത്തനത്തിൻ്റെ മാസത്തിലൊന്നാണത്. അവർ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് വഹാബി പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം സാധാരണ സുന്നി വിഭാഗങ്ങൾക്കുള്ളിൽ അത്ര പ്രകടമല്ലാതിരുന്ന കാര്യം വഹാബി പ്രസ്ഥാനം അതിസൂക്ഷ്മമായിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയും വ്യാപകമായ രീതിയിൽ ചിഹ്നങ്ങൾ, നേരത്തെ സഖാവ് ഗീതാ നസീർ സൂചിപ്പിച്ച പോലെ നമ്മുടെ വീടുകളിൽ ഉൾപ്പെടെ മതചിഹ്നങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ വരികയും ചെയ്തൊരു കാലം. ആ കാലത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ വാസ്തവത്തിൽ അനുഭവിച്ചത്. 93 അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ കുടുംബത്തെ മൊത്തത്തിൽ സമുദായത്തിൽ നിന്ന് പുറത്താക്കി. എന്നെ പുറത്താക്കിയിൽ വിരോധമില്ല, ഞാൻ മനസ്സുകൊണ്ട് നേരത്തെ തന്നെ പുറത്തായിരുന്നു. പക്ഷേ വീട്ടുകാർ മൊത്തം പുറത്താക്കുകയും എന്നാൽ വിവാഹപ്രായമുള്ള ഒരു അനിയത്തി ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ബാപ്പ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് CPI കാരാണ്. നമ്മുടെ കുടുംബം മൊത്തത്തിൽ CPI ആണ്. ഉമ്മയും അതുപോലെ CPI കുടുംബത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അവർക്ക് പ്രശ്നമില്ലെങ്കിലും ബന്ധുക്കളൊക്കെ വളരെ വലിയ പ്രശ്നത്തിൽ ഏർപ്പെട്ടു. ഈ പ്രശ്നം ഭ്രഷ്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും നിന്നില്ല. ഉടനെ തന്നെ പള്ളി സെക്രട്ടറി കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ തന്നെ ഒരു അകന്ന ബന്ധു ആയതുകൊണ്ട് പറഞ്ഞു, 49 ഒപ്പാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളെ പുറത്താക്കാനായിട്ട്, 50 എണ്ണം കിട്ടിയാൽ നിങ്ങളകത്തേക്ക് കയറ്റാന്ന് പറഞ്ഞു. അങ്ങനെ 50 ഒപ്പിന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അന്ന് രാത്രി വരെ നടന്ന് ഒപ്പിട്ടപ്പോൾ മിക്കവാറും മുസ്ലിം കുടുംബത്തിലുള്ള ആൾക്കാർ ഒപ്പിട്ട് തന്നു. 2-3 ഒപ്പ് കൂടി കിട്ടിയാൽ ജനാധിപത്യത്തിൽ ആ പ്രതിസന്ധി ഘട്ടം മറികടക്കാം. ഇരുട്ട് വീണത് കൊണ്ട് അന്ന് അത് നിർത്തിവെച്ച് രാവിലെ ആവാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണി മുതൽ ഡോറിൽ മുട്ട് തുടങ്ങി. ഞാൻ തുറന്നു നോക്കുമ്പോൾ ഈ ഒപ്പിട്ട് തന്നവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തേന്ന് വെച്ചു, അല്ല ഞാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ട്, അത് പ്രശ്നമാണ്, അത് മാറ്റണം. അപ്പം ഞാൻ ഒരു കേസാണെന്ന് വിചാരിച്ചു. ഒരു 6-7 കേസ് വന്നപ്പോഴാണ് കാര്യം കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തു നിന്ന് PDPയുടെ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളൊരു സംഘം ചേർത്ത് വന്ന് പള്ളിയിൽ വന്ന് അക്ഷരാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തി. നമ്മൾ ഇതിന് കൂട്ടു നിൽക്കരുത്, കൂട്ടു നിന്നാൽ അതിൻ്റെ ഫലം അറിയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ വിചാരിച്ചു ആ ഭീഷണി കൊണ്ട് അവിടെ നിന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് പിറ്റേ ദിവസം രാത്രി ഞാൻ തൃശ്ശൂർ ടൗണിൽ പോയി. അന്നത്തെ പൗരാവകാശ പ്രവർത്തകരായ തൈക്കാട് ശ്രീധരേട്ടൻ, K. വേണു അതിനൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ അപരിചിതരായ കുറച്ച് ആൾക്കാരിയിരിക്കുന്നു. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ തിണ്ണയിലിരുന്ന ഒരാൾ വളരെ നാടകീയമായി ചോദിക്കുന്നു, നിങ്ങളാണല്ലേ ദിരാർ? അപ്പം ഞാൻ പറഞ്ഞു, ഞാനാണ് ദിരാർ. അപ്പം നിങ്ങളാരാണ് എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണ്ട,
എന്ന് പറഞ്ഞു. തിണ്ണയിൽ ഒരാളെ കണ്ടപ്പോൾ അപ്പുറത്തെ നോക്കുമ്പോൾ ഇരുട്ടിൽ 2-3 പേര് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അകത്തേക്ക് നോക്കുമ്പോൾ ഉപ്പ ഈ രക്തം വാർന്നു പോയിട്ട് ഇങ്ങനെ മരവിച്ച് ഒരു മൂലയിൽ നിൽക്കുന്നുണ്ട്. ഉമ്മ കുറച്ചും കൂടി മാർജമുണ്ട്, അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പുറം ഇപ്പുറമൊക്കെ നിറച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ പേടിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത അതിൽ സീനിയറായിട്ടുള്ളൊരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ് സംസാരിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ വീടിൻ്റെ മുകളിലേക്ക് ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ എന്ന പോലെ മുകളിൽ കയറ്റി ഞാൻ ആകെ സത്യത്തിൽ വരണ്ടു പോയി. എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. രാത്രി ഒരു 9 മണിയായിട്ടുണ്ട്. സാധാരണ ഈ ചേനം ഗ്രാമത്തിൻ്റെ ഈ നാൽക്കവലയിലൊരു കിണറുണ്ട്, ചാക്കോയ്ക്ക് അറിയാം. ആ കിണറുമ്മ ഒരു 12-1 മണി വരെ ആൾക്കാരുണ്ടാവും, രാഷ്ട്രീയ ചർച്ചകളോ. നമ്മുടെ പീടികയിലും ഉണ്ടാവാറാണ്. ഞങ്ങൾക്ക് ചായക്കടയാണ്. പക്ഷെ അന്ന് എന്തോ ആകെ ഒരു ശ്മശാനമോഹത. അത് ഇവർ വന്നതിൻ്റെ കാരണം കൊണ്ടാണെന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ മുകളിൽ നിന്ന് ഇവർ സംസാരിക്കുന്നത് അതിൻ്റെ ഇത് മാത്രം പറയാം, ഞങ്ങൾ 24 കാരറ്റ് മുസ്ലിംസാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഭൂമിയിൽ പൊഴിക്കുന്ന ഓരോ തുള്ളി ചോരയ്ക്കും ആകാശത്തിൽ കണക്ക് പറയും, സ്വർഗത്തിൽ കണക്ക് പറയും എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നിന്റെ തീരുമാനം എന്ന് പറഞ്ഞു. ഞാൻ വളരെ സൗമ്യമായി പറഞ്ഞു, ഞാൻ എനിക്കിഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചു. എൻ്റെ വീട്ടുകാർ അല്ല, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വാചാണ് തീരുമാനം. ഇപ്പം അറിയണം, നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, തീരുമാനം ഇപ്പം പറയണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാനുപ്പാനും നോക്കേണ്ട ബാധ്യത എനിക്കില്ലേ? ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗരാജ്യം. അപ്പം എൻ്റെ ഉമ്മാനെ ഞാൻ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് ആലോചിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ചാടി ഒരു അടിക്കലാണ്. ഞാൻ വിചാരിച്ചു അടി കിട്ടിയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സ്ലോട്ടിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ഓർത്താം. അതായത് പുറത്തു നിന്ന് ഒരു ശബ്ദം അകത്തേക്ക് വന്നു. അത് CPM-ൻ്റെ അന്നത്തെ ലോക്കൽ നേതാവായിട്ടുള്ള ഗോപിയേട്ടൻ, അതിപ്പോൾ അവിടെ ഇല്ല, ഇംഗ്ലീഷിലാണ് താമസം. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ദിരാറെ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. അതാണ് വാക്ക്. ദിരാറെ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കുകൊണ്ടായിരിക്കണം അന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ എണീറ്റപ്പോൾ അടിക്കുന്നതാണ് വിചാരിച്ചാൽ, പക്ഷെ അവരങ്ങനെ ഇറങ്ങിപ്പോയി. ഇതാണ് വിവാഹം കഴിഞ്ഞ ഉടനെ നേരിട്ട ഒരു 2-3. പിന്നെ വീട്ടിൽ നിന്നില്ല. പിന്നെ ഞാൻ പേടിച്ചു പോയി. വീട്ടുകാർക്ക് ഇനി പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് ഉണ്ടായൊരു ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ ഞാനന്ന് ശ്രമിക്കാതിരുന്നതിൻ്റെ കാരണം അന്ന് കൃത്യമായി ഹിന്ദുത്വ സംഘപരിവാർ ഈ പ്രശ്നത്തെ എങ്ങനെ പോളറൈസ് ചെയ്യാൻ ഉപയോഗിക്കും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഞാൻ അത് ആ അർത്ഥത്തിൽ ഉപയോഗിക്കാതിരുന്നത്. ഒരു വർഷം ആവുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവായ കാര്യം അതിനകത്ത് ഉണ്ടായത്, ഈ PDP-യുടെ ചെറുപ്പക്കാരും PDP-യുടെ സംസ്ഥാന അന്ന് ഇദ്ദേഹമില്ല, ആക്ടിങ് ചെയർമാൻ തൃശ്ശൂർക്കാരനാണ്, പേര് അബ്ദുള്ള എന്നാണ് പേര്. ഈ അബ്ദുള്ളയുടെ നേതൃത്വത്തിലാണ് വന്നത്. പക്ഷെ ഒരു വർഷമാകുമ്പോഴേക്കും നാട്ടിലെ മഹല്ലും പരിസരത്തുള്ള മഹല്ല് കമ്മിറ്റിയിലെ ആൾക്കാരും പറഞ്ഞു, ഇങ്ങനെ ഈ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ പള്ളിക്കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ ഭ്രഷ്ട് പിൻവലിക്കുകയും, ഞാൻ അപ്പോഴും സ്വാഭാവികമായി ഭ്രഷ്ടനായതുകൊണ്ട് വീട്ടിൽ വരുന്നത് കുറയ്ക്കുകയും മെല്ലെ മെല്ലെ വീട്ടിൽ വരുന്നത് കൂടുകയൊക്കെ ചെയ്തു. ഇതാണ് ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു വലിയ പ്രശ്നം. ഞാൻ ജനിച്ചു വളരുമ്പോൾ സാധാരണ ഒരു മുസ്ലിം പോലെ തന്നെ വിശ്വാസിയായിട്ടുള്ള ആളാണ്. എൻ്റെ ഏറ്റവും വലിയ പേടി, ഞാൻ കൂട്ടത്തിൽ പറയാണ്, പലർക്കും അതുണ്ടാവും, എൻ്റെ ഏറ്റവും വലിയ പേടി മരണവും മരണാനന്തര ജീവിതവും തന്നെയായിരുന്നു. അവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ മുൻകറും നക്കീറും വന്ന് 4 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ പ്രധാന പരി. ആരാണ് നിന്റെ ദൈവം, മൻ റബ്ബുക്ക, മൻ കിതാബുക്ക, മൻ എന്താണ്, മറന്നുപോയി. 4 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് രാത്രി ഉറക്കില്ല. പെറ്റമ്മ എന്ന് പറയുന്ന എൻ്റെ ഉപ്പാടെ ഉമ്മ
ഇത് നീ പഠിച്ചില്ല എങ്കിൽ നിന്റെ കാര്യം പോക്കാണ്, നീ നരകത്തിൽ പോകുമെന്ന് കുട്ടിക്കാലം മുഴുവൻ ചെവിയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് പഠിക്കാനാണ് മെനക്കെട്ട്. പക്ഷേ ഒരു 14 വയസ്സൊക്കെ ആയപ്പോൾ 9ാം ക്ലാസ്സിൽ ഇതിനെന്തോ കുഴപ്പമില്ല തോന്നാൻ തുടങ്ങി. അതിന് കാരണം താഴെ ചായക്കടയും മുകളിൽ CPIയുടെ ഓഫീസുമാണ്. CPIയുടെ ഓഫീസിൽ നിറയെ പുസ്തകങ്ങളുണ്ട്. പിന്നെ നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കും. നമ്മുടെ ചായക്കട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ഗ്രാമത്തിൻ്റെയും യൂണിവേഴ്സിറ്റിയാണ്, സർവകലാശാലയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ മാറി ചിന്തിക്കുന്നത്. അങ്ങനെ 29ാമത്തെ വയസ്സിലാണ് ഈ കല്യാണം നടക്കുന്നത്. ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും അല്പസ്വല്പം പള്ളിയിൽ പോയി പഠിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരന്മാരൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പം എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഒരാൾ മുജാഹിദാണ്, ഒരാൾ തബ്ലീഗാണ്, ഒരാൾ ജമാഅത്ത് ഇസ്ലാമിയാണ്, വേറൊരു പാവം സുന്നിയാണ്. വേറൊരു സഹോദരനുണ്ട്, അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം, സലീം ചേനം. അദ്ദേഹം പിന്നെ വിമതനായ മറ്റൊരു മനുഷ്യനാണ്. ഞാൻ മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുമാണ്. ഈ ചേഞ്ച് മൊത്തം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലാക്കി നിലനിർത്താനുള്ള ശ്രമങ്ങൾ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പ്രത്യേകിച്ച് ഇതിനെ നമ്മളെപ്പോഴും ഹിന്ദുത്വ ഭീഷണി എന്ന് പറയുമ്പോൾ ഇതിന് ഇന്ധനം നൽകുന്നതിൽ ഈ ന്യൂനപക്ഷ വർഗീയത വഹിക്കുന്ന പങ്കിനെ കണ്ടില്ല എങ്കിൽ നമ്മൾ കാലത്തോട് കണക്ക് പറയേണ്ടി വരും. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു അമീറിൽ നിന്ന് പരസ്യമായി പച്ചയ്ക്ക് മതരാഷ്ട്രവാദം പറഞ്ഞിട്ട് അതെങ്ങനെ കണ്ടില്ല എന്ന് പറയും. മുജാഹിദ്ദീൻ ബാലുശ്ശേരി അവിടെ നിന്ന് അമ്പലങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത്, വേശ്യാലയത്തിന് സംഭാവന കൊടുക്കുന്നതെന്ന് കേട്ടാൽ 10 സാധാരണ CPMന്റെ സഖാവായിട്ടുള്ള ഹിന്ദുക്കൾ സംഘപരിവാർ മനസ്സുണ്ടെങ്കിലും സംഘപരിവാറാവും. നമ്മൾ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഈ ഡൈനാമിക്സ്, ഈ എന്താ പറയുക, അതിൻ്റെ ചലന രീതികൾ സൂക്ഷ്മമായി പഠിച്ച്, നേരത്തെ സാർ സൂചിപ്പിച്ച വ്യക്തമായ ശുദ്ധമായ ഒരു സെക്കുലർ നിലപാട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള തർക്കില്ല. ഒറ്റ പോയിന്റ് കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത് കരീം ക എന്ന് പറയുന്ന ഒരു CPI നേതാവ് ഒരു ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചാണ്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു 2 മിശ്ര വിവാഹം കൂടി നടത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ പ്രയാസകരമായിരുന്നു. അത്രമാത്രം സിനിമാറ്റിക് ആയിട്ടുള്ളൊക്കെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഒരു 20ഓ 25ഓ പേര് ആ ഗ്രാമത്തിലുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇത് ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാട്ടി വിരട്ടുന്നതിൻ്റെ കാരണം ഈ പിടുത്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ മതത്തിൻ്റെ ഈ പിടുത്തം യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ മിശ്രവിവാഹങ്ങളിലെ അല്ല മതേതര വിവാഹങ്ങളുടെ കണക്കുകൾ ലഭ്യമല്ല. പക്ഷെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന കേരളത്തിലാണ്. അപ്പോൾ അതിനർത്ഥം മറ്റൊരു പ്രത്യയശാസ്ത്ര വീക്ഷണവുമില്ലാതെ, രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൻ്റെയും ആവശ്യമില്ലാതെ പ്രണയത്താൽ ഇതെല്ലാം അതിവ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് സത്യം. അതിനകത്തേക്കാണ് ഈ ടൂളൊക്കെ ശരിക്കും ഇഞ്ചെക്ട് ചെയ്യുന്നത്. നമ്മൾ പറയും ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട്, അത് പിന്നെ ആ ലവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ അത് അങ്ങനെ ആക്കിയെടുക്കുന്നതോട് ഒരു ഭയം സൃഷ്ടിക്കുകയും അതുവഴി പ്രണയവിവാഹങ്ങൾ, അതായത് മതേതരമായ അല്ലെ വിഭിന്ന മതങ്ങൾ തമ്മിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രണയവിവാഹങ്ങളുടെ കാലത്തെ പരമാവധി ചുരുക്കുക. അതിനർത്ഥം നമ്മൾ വിചാരിച്ചതിനേക്കാൾ സെക്കുലർ ആയിട്ടുള്ളൊരു സ്ഥലം ഇവിടെ വികസിച്ചു വന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് ഉള്ള ആളുകൾക്ക് നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ടോ, രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ടോ, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ജാഗ്രതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അത് ന്യൂജനാണ്. ഇവിടെ ഒരു പ്രശ്നം എടുക്കുന്ന ഈ ആശയവിനിമയം ഈ പുതുതലമുറയുമായിട്ട്, ഇപ്പം ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ മനസ്സിലാവും, കുറച്ച് പേരേ ഉള്ളൂ.
ഈ രണ്ട് തലമുറകൾക്കിടയിൽ ഈ ജനറേഷൻ ഗ്യാപ്പിനുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു വലിയ വിടവ് ആണ് നമുക്ക് നമ്മുടെ ചിന്തയുടെ ഒരു തരത്തിലുള്ള പ്ലെയിനിൽ മാത്രം കാര്യങ്ങളെ നിർത്താൻ സാധിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള അപരാധിയും ഉണ്ടാവുന്നത്. മറിച്ച് ഞാൻ വിചാരിക്കുന്നു പ്രതിസന്ധിയുടെ ലോകത്തോടൊപ്പം പ്രതീക്ഷയുടേതായ ഒരു ലോകം പുതുതലമുറയിൽ ഉണ്ടായി വരുന്നുണ്ട്. അവർക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരത്തിലുള്ള ജീർണതയോട്, അത് ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടി വെച്ചിട്ടല്ല പറയുന്നത്, ആ ജീർണ സമൂഹത്തിലുള്ള എങ്ങനെയാണെന്ന് എന്നുവെച്ചാൽ EMS കണ്ടിട്ടോ AKG കണ്ടിട്ടോ നേതാക്കന്മാരെ കണ്ടിട്ടല്ല ഒരു ഗ്രാമത്തിൽ ഒരാൾ ഒരു പാർട്ടിയിൽ ചേരുകയും പിന്തുടരുകയും ചെയ്യുന്നത്. അവിടുത്തെ ഒരു മൈക്രോ പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ ബലതന്ത്രങ്ങളുണ്ട്, അതിൻ്റെ അധികാരത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്, അതിനൊരു മൂല്യവ്യവസ്ഥയുണ്ട്. ഇത് വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ മതേതര ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കാലമല്ല. ഇന്നായിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ കല്യാണം കഴിച്ച് ഇന്നായിരുന്നുവെങ്കിൽ എനിക്ക് ആ പ്രശ്നം നേരിടേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞു. നേരത്തെ ശക്തിയുടെ സാറ് സൂചിപ്പിച്ച പോലെ പേരിടുക എന്നുള്ള, അപ്പോൾ നമ്മൾ പ്രേമലേഖനത്തിൽ പിന്നെ കേശവൻ നായരും സാറാമൊക്കെ അതേ പ്രശ്നമായിരുന്നു. ഏത് പേരിടും, എല്ലാ പേരും മതത്തിൻ്റെതാണെന്നാണ്. അങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചു, മേധ പട്കറെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അതൊരു ഭാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേഘ എന്ന് പേരിട്ടു. അപ്പോൾ ഞാൻ രണ്ടുപേരും കൂടിയെടുത്ത തീരുമാനം, മേഘ അത് മതമല്ല, അത് ഭാഷയാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. രണ്ടാമത്തെ മോൻ്റെ പേര് ആകാശ് എന്നാണ്. എന്തായാലും ആകാശ് മിഠായി എന്നല്ല. അപ്പോൾ മേഘവും ആകാശവും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ പേരിലും തൃപ്തരായി. മകളുടെ കല്യാണം 3 വർഷം മുമ്പ് കഴിഞ്ഞു. അത് നമുക്കറിയാം, സെക്കുലർ മാട്രിമോണി. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു മാട്രിമോണി ഉണ്ട്. നമുക്ക് പരസ്യം ചെയ്യാനും അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നൊരു മാട്രിമോണിയാണ്. അങ്ങനെ വന്നൊരാളാണ്. അവർ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ച രീതിയിലാണെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാ മതങ്ങളുമായി. ഇപ്പോൾ ചൈന, ബുദ്ധ അങ്ങനെയുള്ള കുറച്ച് കുറവുണ്ട്. അത് കുട്ടികൾ കുറവായതുകൊണ്ട് നേരത്താൻ പറ്റിയിട്ടില്ല. ഞാൻ മതവിശ്വാസിയല്ല പൂർണ്ണമായിട്ടും. എൻ്റെ അമ്മ വൈകിട്ട് വിളക്ക് വെക്കും. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ അമ്മ, പങ്കാളിയുടെ അമ്മ. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത്. അവർ വിളക്ക് വെക്കി പ്രാർത്ഥിക്കും. പക്ഷേ ജീവിതത്തിലോ പ്രവർത്തനത്തിലോ ഒരിക്കലും ഒരു എന്താ പറയുക മതപരമായ ഒരു വിവേചനം കാണിക്കാത്ത ഒരാൾ. അവർ കുടുംബം അങ്ങനെയായിരുന്നു. എൻ്റെ സഹോദരനെല്ലാം അവർക്കറിയാം, ചന്ദ്രശേഖരനാണ്. അപ്പോൾ ഭാര്യ വല്ലപ്പോഴും അമ്പലത്തിൽ പോകും. ഞാനും കൊണ്ടുപോകാറ്. ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ കയറാറില്ല, ഞാൻ ഗുരുവായൂർ കൊണ്ടുപോകും. പിന്നെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. മൂകാംബിക അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്ഷേത്രമാണ്. വല്ലപ്പോഴൊക്കെ പോകാൻ ഞാനാ കൊണ്ടുപോകാം. എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. മതത്തോടൊപ്പം മറ്റും അതിന് വിവേചനങ്ങളില്ലാത്ത കാലത്തോളം, അവ തമ്മിൽ കലയിക്കാത്ത കാലത്തോളം അവരെ വിശ്വാസം ആയിട്ട് ജീവിക്കുന്നതിൽ നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. ഓക്കെ, കേട്ടിരുന്ന എല്ലാവർക്കും പ്രതി സന്തോഷം.